ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഇംപെക്സ് 32 ഇഞ്ചിൻ്റെ ഒരു LED TV ആണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഇത് ഡെഡാണ്, ഫോൾട്ട്, പവർ ഓൺ ആവുന്നില്ല, സ്റ്റാൻഡ് ബൈ LED ഒന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ മോഡൽ നമ്പർ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അഴിച്ചിട്ട് നമുക്ക് കംപ്ലൈൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ മദർ ബോർഡിൽ വോൾട്ടേജുകൾ എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാം. പവർ സപ്ലൈ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്തിട്ട് DC റേഞ്ചിലിട്ട് കണ്ട് മീറ്റർ ഓക്കെ, ഗ്രൗണ്ടിൽ കൊടുത്തിട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ഈ ഡയോഡ് കഴിഞ്ഞിട്ട് വരുന്ന, അതായത് ഡയോഡാണിത്, പവർ സപ്ലൈയുടെ 12 വോൾട്ട് വരുന്നുണ്ട്. ഇത് LED ഡ്രൈവറിലേക്ക് വേണം 31 വോൾട്ട് ഓക്കെ, ആ വോൾട്ടേജ് വരുന്നുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്ലാഷ് IC, അതായത് റാമിലേക്ക്, അത് മെമ്മറി ICയിലേക്ക് ഉള്ള 3.3 വോൾട്ട് വരുന്നുണ്ടോ നോക്കണം. 3.3 മെമ്മറിയിലേക്ക് വരിക. അതുപോലെ തന്നെ CPU പോണ 3.3 പ്രസൻറ്റിൽ ഇവിടെ വോൾട്ടേജ് വരുന്നില്ല, 3.3 ഇല്ല. അതിൻ്റെ 7ഉം 8ഉം 3.3 ആണ് വരേണ്ടത്. 4ഉം 7ഉം 8ഉം 3.3 വോൾട്ട് വരണം. CPU ചൂടാവണമെന്നില്ല, നോർമലാണ്. പിന്നെ ഇതിൻ്റെ കോർ വോൾട്ട് വരുന്നത് റെഗുലേറ്ററാണ്, കോർ വോൾട്ടിൻ്റെ റെഗുലേറ്ററാണ്. അത് 12 വോൾട്ട് ത്രൂ ഇവിടെ വന്നിട്ട് അവിടുന്ന് 1.8 കോർ വോൾട്ടേജ്, CPU കോർ വോൾട്ടേജ് കൊടുക്കും. ആ ബക്ക് കൺവെർട്ടറിൽ കൂടെ വന്നിട്ട് 5 വോൾട്ട് ബക്ക് കൺവെർട്ടറിൽ കൂടെ ഡൗൺ ചെയ്ത് 1.8 വോൾട്ട് CPU കോർ വോൾട്ടേജാണ്. കോർ വോൾട്ടേജ് ഓക്കെയാണ്, 1.8 വോൾട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്കവിടെ 3.3യുടെ ഒരു മിസ്സിങ് കാണുന്നുണ്ട്. അതിൻ്റെ റെഗുലേറ്റർ ഇതാണ്, 3.3യുടെ റെഗുലേറ്റർ ഇതാണ്. അല്ലെങ്കിൽ 5 വോൾട്ട് വരുന്നുണ്ട്. പിന്നെ റെഗുലേറ്റ് ചെയ്തിട്ട് തന്നെ 3.3 സെൻറ്ററിൽ കൂടെ ഔട്ട് ചെയ്യുന്നുണ്ട്. ഔട്ടില്ല, റെഗുലേറ്റർ IC ചൂടാവണമുണ്ട്, നല്ല ചൂടാണ്, തൊടാൻ പറ്റുന്നില്ല അവസ്ഥയിലുള്ളത്. അത് ഊരിട്ട് നമുക്ക് കോഡ് ടെസ്റ്റ് നോക്കാം, ഷോർട്ട് ചെക്ക് ചെയ്യാം. പവർ ഊരിട്ടിട്ട് ഷോർട്ട് ചെക്ക് ചെയ്യാം. കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ട് ഷോർട്ട് ചെക്ക് ചെയ്യാം. എന്താ സ്ഥിതി എന്ന് നോക്കാം. ഗ്രൗണ്ടിൽ കൊടുക്കുക. അതിൻ്റെ 5 വോൾട്ട് വരുന്നത്, ഇത് 3.3 വരുന്നത്, അവിടെ ഇല്ല, ഷോർട്ടാണ് കാണിക്കുന്നത്. അത് ഷോർട്ടാണ്, ഫുള്ളി ഷോർട്ടാണ്, 0 ഓംസ്. ഓക്കെ, അതായത് ചൂടാവണമുണ്ട്. 3.3 വോൾട്ട് അവിടെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡറിയിൽ അവിടെ ഷോർട്ടുണ്ട്. റെഗുലേറ്റർ IC പോയതാവാൻ സാധ്യത വളരെ കുറവാണ്, കാരണം നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ റെഗുലേറ്റർ ICയിൽ നിന്ന് ഊരിയിട്ടിട്ട് ചെക്ക് ചെയ്യാം. ഈ റെഗുലേറ്റർ IC ഷോർട്ടായി നിൽക്കുന്നതാണോ അതോ ഇനി അതിൻ്റെ മെമ്മറി ICയിലേക്ക് ഷോർട്ടുണ്ടോ അത് ചെക്ക് ചെയ്യണം. ഈ IC ആണോ ഷോർട്ട് അതോ മെമ്മറി IC, അല്ല ഈ IC ആണോ ഷോർട്ട് അതോ റെഗുലേറ്റർ IC ആണോ ഷോർട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിത് ഊരിയിട്ട് ചെക്ക് ചെയ്യാം. ഊരിയിട്ട് ഷോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പിടി കിട്ടും. ഊരിയെടുക്കുക. റെഗുലേറ്റർ IC അവിടെ നിന്ന് റിമൂവ് ചെയ്തു. ഇപ്പോൾ അകത്തിൽ നിന്നും നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ബസർ മോഡിലിട്ടിട്ട് മീറ്റർ ചെക്ക്. ഇപ്പോൾ റെഗുലേറ്റർ IC ആണ് ഷോർട്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഷോർട്ട് കാണിക്കാൻ പാടില്ല. ഗ്രൗണ്ടിൽ കൊടുത്തിട്ട് സെൻറ്റർ പിന്നിലേക്ക് കൊടുത്തു.
അവിടെ ഇതാണ് സ്ഥിതി. കാരണം ഷോർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഡയലക്ട്രിക് ഐസിയുടെ അല്ല പ്രശ്നം. നമുക്ക് ഈ പ്രോബ് ഒന്ന് ഊരി നോക്കാം. പ്രോബിൽ ഷോർട്ട് ഉണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ പ്രോബ് ഊരുന്നതിന് മുമ്പ് നമുക്ക് ഫ്രണ്ട് പാനലിലേക്ക് 3.3 വോൾട്ടിലൊക്കെ ചിലപ്പോൾ സെൻസറിന് പോണ വോൾട്ടേജ് വരും. അപ്പോൾ ആ വോൾട്ടേജ് നമ്മൾ ആ സെൻസറിൻ്റെ ആ കേബിൾ അങ്ങോട്ട് ഊരിയിട്ടു. കാരണം ഷോർട്ട് അവിടെ നിന്നും വരാം. ഊരിയെടുക്കാം. സെൻസറിൻ്റെ വയർ ഊരിയിട്ടു. അതുപോലെ തന്നെ മെമ്മറി ഐ സിയും ഊരി. അതിനുശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഷോർട്ട് അങ്ങനെ തന്നെയുണ്ട്, ഷോർട്ട് മാറിയിട്ടില്ല. ഇനി നമുക്ക് ഞാൻ ഇതിൻ്റെ CPU-ൻ്റെ ഹീറ്റ് സിങ്ക് റിമൂവ് ചെയ്തിട്ട് നോക്കുമ്പോൾ അതിലൊരു ഓട്ടയാണ്. അത് ഒരു ഓട്ട ഒന്ന് കണ്ട IC ഷോർട്ടായിട്ട് CPU ഷോർട്ടായിരുന്നു. ഇതിപ്പോൾ സെയിം നമ്പർ IC ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞത് ഓക്കെ ആവും. അത് പഴയ ബോർഡിൽ സ്ക്രാപ്പിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെന്തായാലും ഒരു യൂണിവേഴ്സൽ ബോർഡ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉള്ള പ്ലാനാണ്. അപ്പോൾ യൂണിവേഴ്സൽ ബോർഡ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കാണാം നമുക്ക്. എന്താ വെച്ചാൽ ഇതിൻ്റെ മദർ ബോർഡിൽ ഓൾറെഡി LED ഡ്രൈവർ ഉണ്ട്. അതുപോലെ തന്നെ പവർ ഉണ്ട്, 12 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ LED ഡ്രൈവറോ പവറോ ഒന്നും ആവശ്യമില്ല, ഓൾറെഡി മദർ ബോർഡിലുണ്ട്. പക്ഷെ അതിന് കുറച്ച് കണക്ഷൻസ് നമ്മൾ നോക്കി അതിൻ്റെ LED ഡ്രൈവറിൻ്റെ LED ഡ്രൈവർ ICയുടെ എനേബിൾ പിന്നെ ഇത് ഡയഗ്രാം നോക്കി കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിൻ്റെ എനേബിൾ വോൾട്ടേജ് അങ്ങോട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഓൺ ഓഫ് ആവില്ല. അല്ലെങ്കിൽ ഓണായാൽ ത്രൂ ഔട്ട് ഓണായിരിക്കും. കാരണം നമ്മൾ എനേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള കൺട്രോൾ കൊടുക്കണം, മദർ ബോർഡിൽ നിന്ന് നമ്മൾ കൺട്രോൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എനേബിൾ പിന്നെ നമ്മൾ നോക്കി ഡയഗ്രാം നോക്കി അതിൻ്റെ നമ്പർ എടുത്തിട്ട് അത് അതിൻ്റെ ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി മദർ ബോർഡിലേക്കുള്ള വോൾട്ടേജുകൾ കൊടുക്കാം നമുക്ക്. അപ്പോൾ അവിടെ ഡയോഡിൻ്റെ അവിടെ നിന്ന് വരുന്ന പോസിറ്റീവ് കൊടുത്തു. CPU ഊരിയ സെൻറ്ററിൽ വരുന്ന ഗ്രൗണ്ട് കൊടുത്തു. ഡയോഡിൻ്റെ അവിടെ നിന്ന് വരുന്ന പോസിറ്റീവ് 12 വോൾട്ട് എടുത്തു. വൈറ്റ് വയർ 12 വോൾട്ടിന് പോസിറ്റീവ് കൊടുത്തു. ബ്ലൂ വയർ CPU ഊരിയെടുത്ത് സെൻറ്ററിലെ ഗ്രൗണ്ടും കൊടുത്തു. അപ്പോൾ ഇത് ഈ ബോർഡിൽ വരുന്ന 12 വോൾട്ട്, ഇത് അതിൻ്റെ മൈനസ് 2 വോൾട്ടേജും കൊടുത്തു. ഫസ്റ്റിൽ തന്നെ പവർ ഓക്കെ. അതിനുശേഷം നമ്മൾ LVDS ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. LVDSൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. നമ്മൾ ആദ്യം പവർ കൊടുത്തു, പിന്നെ LVDS ഇത് പാനൽ ഫുൾ HD അല്ല, ലെഫ്റ്റ് സൈഡ് പോസിറ്റീവാണ്. ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ്, ഫുൾ HD അല്ല, HD പാനലാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ഇതിൻ്റെ കണക്ടർ വരുന്നത്. ഇപ്പോൾ നോക്കാം. HD നമ്മുടെ LVDS കണക്ഷൻ്റെ വീഡിയോയിൽ ഫുൾ HDനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 5 പേർ HD പാനൽ. 1 2 3 4 5 പേർ HD പാനലാണത്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ആണ് ഇതിൻ്റെ പോസിറ്റീവ് വരുന്നത്. ഇത് 5 പേർ. അതുപോലെ തന്നെ ഫ്യൂസ് വരുന്നിടത്ത് തന്നെ പോസിറ്റീവ് വരുന്നുണ്ട്. ഇതാണ്, അതായത് ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ് 5 പെയർ HD പാനൽ. LVDS ഈ ഒരു ടൈപ്പിൽ കുത്തിവെക്കുക. അപ്പോൾ നമ്മൾ 12 വോൾട്ടും കൊടുത്തു യൂണിവേഴ്സൽ ബോർഡിന്, LVDSും കൊടുത്തു. 12 വോൾട്ടും LVDSും ഓക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വേണ്ടത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ
ഇനി 12 വോൾട്ട് LVDS അതിൻ്റെ മാർക്കിംഗ് പോയിൻ്റ് നമ്മുടെ LVDS കണക്ടറിൻ്റെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2 കോയിലുണ്ട്. അപ്പോൾ ഇത് പാനൽ 12 വോൾട്ടാണ്. 2 കോയിൽ DC ICയിൽ വരുമ്പോൾ 2 അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ 12 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് ഈ 12 വോൾട്ട് ഇവിടെ ജമ്പർ ഉണ്ട്. അതിന് സെലക്ട് ചെയ്യാനുള്ള ജമ്പർ നമ്മുടെ യൂണിവേഴ്സൽ ബോർഡിലുണ്ട്. പാനൽ 12 വോൾട്ടാണോ എന്ന് കൺഫേം ചെയ്തിട്ട് 12 വോൾട്ടിലേക്ക് ജമ്പർ എടുത്ത് കണക്ട് ചെയ്യാം. 12 വോൾട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 12 വോൾട്ട് കണക്ട് ചെയ്തു. ഇപ്പുറത്ത് ഇത് 3.3, ഇത് 3.3ക്കുള്ളത് ആ ജമ്പറിലേക്കിട്ട് 3.3, ഇത് 12 വോൾട്ട്, തൊട്ടപ്പുറത്തേക്കിട്ട 5 വോൾട്ട് ആവും. നമുക്ക് 12 വോൾട്ടാണ്. അതിൻ്റെ ഒരു സെലക്ഷൻ്റെ നോക്കാം. വോൾട്ടേജ് സെലക്ടറിൻ്റെ ഒരു ഐഡിയ നോക്കാം ഇതെങ്ങനെ വരുന്നതെന്ന്. ഇതൊരു NPN ട്രാൻസിസ്റ്ററാണ്. ഇതൊരു FET MOSFET ആണ്. ഇത് നമ്മളിവിടെ 12 വോൾട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ത്രൂ MOSFETലേക്ക് ഒരു ലെഗിലേക്ക് വരും. പിന്നെ ഈ ട്രാൻസിസ്റ്റർ ICയുടെ 58ാമത്തെ പിന്നിൽ നിന്ന് എനേബിൾ ആക്കുമ്പോൾ ഈ 12 വോൾട്ട് ഇവിടേക്ക് സ്വിച്ചിങ് ആവും. ഇപ്പോൾ 3 വോൾട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിലും എനേബിൾ വോൾട്ടേജ് CPU എന്ന് വരുമ്പോൾ അങ്ങോട്ട് വരും. ഇതാണ് നമ്മുടെ LED ഡ്രൈവറിൻ്റെ IC. അതിൻ്റെ ഡാറ്റ എടുക്കാം. OB3350CP നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതുപോലെ alldatasheet.com നിന്നാണ് ഇത് കിട്ടിയത്. PDF നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. PDF ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിൻ കോൺഫിഗറേഷൻ, പിൻ ഔട്ട്, എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇവിടെ നോക്കുക. ഇതിൻ്റെ എനേബിൾ പിന്നാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ബാക്കിയുള്ള കണക്ഷൻസ് എല്ലാം ഓക്കെയാണ്. ഓൾറെഡി മദർ ബോർഡിൽ വർക്കിംഗ് ആയിരിക്കുന്ന സാധനമാണ്. അതിൽ എനേബിൾ വേണം നമുക്ക് ഇതിൽ നോക്കാൻ. ഇതാണ് എനേബിൾ പിന്ന്. 8ാമത്തെ പിന്ന് PWM എന്ന് എഴുതിയിട്ടുള്ളത്. അവിടെ തന്നെ ഒരു ഡയോഡ് ഇട്ട് എനേബിൾ എന്ന് കാണാം. അത് നമ്മൾ മദർ ബോർഡിൽ നോക്കുക. 8ാമത്തെ പിന്ന് CPU-ലേക്ക് പോണ ട്രാക്ക് പിടിച്ചാൽ മതി. CPU-ലേക്ക് പോണ ട്രാക്ക് 8ാമത്തെ പിന്നിൽ നിന്ന് ആ ട്രാക്ക് ഒരു റെസിസ്റ്റർ കഴിഞ്ഞിട്ടാണ് കിട്ടിയത് നമുക്ക്. ഇത് യൂണിവേഴ്സൽ ബോർഡിൻ്റെ ഓൺ എന്ന് പറയുന്നത്. 12 വോൾട്ട് വരുന്നുണ്ട്, PWM ഉണ്ട്, ഗ്രൗണ്ടും ഉണ്ട്. അതിൽ ഓൺ എന്ന് എഴുതിയിട്ടുള്ള ഇതിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ട് നേരെ നമ്മൾ നമ്മുടെ മദർ ബോർഡിൻ്റെ നമ്മൾ ഡാറ്റ ഷീറ്റ് നോക്കി 8ാമത്തെ ലെഗിൽ CPU-ലേക്ക് റെസിസ്റ്റർ കഴിഞ്ഞിട്ട് പോകുന്ന ലൈനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വർക്ക്. ഇവിടെ കണക്ഷൻ കൊടുത്തു. 8ാമത്തെ പിന്നിൽ റെസിസ്റ്റർ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അടുത്ത് എനേബിൾ ആക്കി കൊടുക്കുക. നമ്മുടെ യൂണിവേഴ്സൽ ബോർഡിൽ നിന്ന് എടുത്ത് കൊടുക്കും. അവിടെ കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതിലത്തെ പവർ സപ്ലൈ ഉപയോഗിക്കാം. അതുപോലെ തന്നെ LED ഡ്രൈവറും ഉപയോഗിക്കാം. ഒരു എക്സ്ട്രാ ഇതിനൊന്നും വെക്കേണ്ട കാര്യമില്ല. എക്സ്ട്രാ LED ഡ്രൈവറൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. വളരെ സിമ്പിളാണ്. ഡാറ്റ ഇത് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ മദർ ബോർഡിൻ്റെ അവിടെ നിന്ന് ലൊക്കേഷൻ മാറ്റി വേറൊരു ഹോളൊക്കെ ഇട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് ഇൻ്റർഫേസ് ആയിട്ട് കിട്ടണം. പുറത്തേക്ക് യൂണിവേഴ്സൽ ബോർഡ് പുറത്തേക്ക് ഇൻ്റർഫേസ് ആയിട്ട് കിട്ടണം. അല്ലെങ്കിൽ കേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ സൈഡിലത്തെ ഒരു പ്ലേറ്റ് എടുത്ത് മാറ്റിയിട്ട് ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് കേബിൾ കണക്ട് ചെയ്യാൻ പാകത്തിന് കൊടുത്ത് ഒരു സ്റ്റിക്കർ അടിയിൽ വെച്ചിട്ടുണ്ട്. കാരണം ഷോർട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ വരുമ്പോൾ ലേശം താഴ്ന്നു വരുന്നുണ്ട്. അവിടെ സ്റ്റിക്കറൊക്കെ വെച്ച് കൊടുത്തിട്ട് കണക്ട് ചെയ്യുക. ഇത് ഫ്രണ്ട് പാനലിൻ്റെ ഒരു സാധനം നമുക്കവിടെ വെക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഒറിജിനൽ വരുന്നത് പാനലിൽ കുറച്ച് കനം കുറഞ്ഞ ഒരു സെൻസറിൻ്റെ ബോർഡാണ് PCB. അപ്പോൾ നമ്മൾ ഈ കണക്ഷൻ എടുത്തിട്ട് അതിൻ്റെ PCB-യിലേക്ക് കൊടുക്കണം. സെൻസറിൻ്റെയും LED-യുടെയും. അപ്പോൾ കണക്ഷൻസൊക്കെ നമുക്ക് അറിയാമല്ലോ. ആ ഒരു 5 വോൾട്ടാണോ ഒന്ന് കൺഫേം ചെയ്യാം. ഇത് ചിലത് 3.3 വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കൺഫേം ചെയ്യുക.
3.3 ആണോ 5 വോൾട്ട് ആണോ എന്ന് കൺഫേം ചെയ്യാം. അത് പഴയ മദർ ബോർഡിൽ ചെക്ക് ചെയ്താൽ 5 വോൾട്ടിൻ്റെ പോയിന്റിൽ നിന്ന് കണ്ടിന്യൂറ്റി വെച്ചിട്ട് ഇതിൻ്റെ 5 വോൾട്ടിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ബസർ അടിക്കുന്നത് അത് 5 വോൾട്ടിൽ ആണെന്നുള്ളതാണ്. ഈ വയർ കണക്ഷൻസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ബോർഡ് തന്നെ അവിടെ വെക്കാൻ പറ്റും. മറ്റേ ബോർഡ് അവിടെ കറക്റ്റായിട്ട് ഇരിക്കില്ല. അത് ശരിക്കും പൊസിഷനിലല്ല സെൻസർ എന്നുണ്ടെങ്കിൽ റിമോട്ട് സെൻസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. പരമാവധി എല്ലാ ബോർഡും ഇങ്ങനെ മാറ്റുമ്പോൾ പരമാവധി വയർ 3.3 ആണോ നോക്കുക. 3.3 ആണെങ്കിൽ മദർ ബോർഡ് 3.3 വോൾട്ട് വരേണ്ട എടുത്ത് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ കണക്ഷൻ നോക്കി കൊടുക്കുക. ഇനി സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുക്കുക. ഇതിൻ്റെ സോക്കറ്റ് ത്രൂ ഔട്ട് കയറുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ആ ബേസ് സോക്കറ്റിൻ്റെ ബേസ് ഊരിയെടുക്കുക. അത് നല്ല പൊക്കി കഴിഞ്ഞ സാധനങ്ങൾ ഊരിപ്പോരും. അപ്പോൾ അതിൻ്റെ ലെഗ്സ് മാത്രം അവിടെ നിൽക്കും. ഇതിൻ്റെ ആ ബേസ് മാത്രം അവിടെ ഊരിപ്പോരും. എന്നിട്ട് ലെഗ്സിനെ ലേശം ഡിസ്റ്റൻസ് കറക്റ്റ് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് വെച്ചു. സ്പീക്കറിൻ്റെ കണക്ഷൻ ഓക്കെ. നമ്മൾ LED സ്റ്റാൻഡ് ബൈ മോഡിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തപ്പോൾ ഇത് ബാണിങ് മോഡിലാണ് കിടക്കുന്നത്. ബാണിങ് റെഡ്, ഗ്രീൻ, ബ്ലൂ, വൈറ്റ്, ബ്ലാങ്ക് സ്ക്രീൻ, ഇങ്ങനത്തെ ഒരു പാറ്റേൺ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ. ഇത് മിക്കവാറും റെസൊല്യൂഷൻ മാറിക്കിടക്കുന്നതുകൊണ്ടാവാം നമുക്ക് ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ടും വരുന്നുണ്ട്. ആ കംപ്ലൈൻറ്റ് അത് വേറൊരു വീഡിയോ ചെയ്യാം ഞാൻ. ഇത് ബാണിങ് പ്രോബ്ലം എന്നാണ് പറയുന്നത്. റെഡ്, ഗ്രീൻ, ബ്ലൂ, അതുപോലെ തന്നെ വൈറ്റ്, ബ്ലാങ്ക് ആയിട്ട് വരും. ഇതിപ്പോൾ നമുക്ക് റെസൊല്യൂഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. റെസൊല്യൂഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാൻഡ് ബൈ ഓഫ് ചെയ്യുക. ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാൻഡ് ബൈ ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് ഓണായതിന് സ്ക്രീൻ വന്നതിന് ശേഷം ഇൻപുട്ട് 331181. അപ്പോൾ LED റീസ്റ്റാർട്ട് ആവുന്നതാണ്. നമ്മുടെ സെറ്റ് ഓഫായി. ഇനി തന്നെ അത് ഓണാകുമ്പോൾ റെസൊല്യൂഷൻ 1366x768 ഇതിൻ്റെ റെസൊല്യൂഷൻ. HD പാനലായതുകൊണ്ട് നമ്മൾ 8 കഴിഞ്ഞിട്ട് 1 അടിക്കുമ്പോൾ വരുന്നത് ആ ഒരു റെസൊല്യൂഷനാണ്. 331182 അടിച്ചു കഴിഞ്ഞാൽ വേറെ റെസൊല്യൂഷനാണ് വരിക. ആ ഡിഫറെൻ്റായിട്ട് അതിൻ്റെ ചാർട്ടിൽ തന്നിട്ടുണ്ടാവും എന്ന് വെച്ചാൽ. ഇതിപ്പോൾ ഇമ്പെക്സ് തലതിരിഞ്ഞ വരുന്നത് സ്ക്രീൻ. അത് നമുക്ക് ഇതിൽ ചെയ്യണം. അതായത് സർവീസ് മോഡ് എടുത്ത് ചെയ്യണം. സർവീസ് മോഡ് 1147 ഇതിൻ്റെ. അത് മെനു അടിക്കുക, 1147 അടിക്കുക. അപ്പോൾ ഇതിൻ്റെ സർവീസ് മെനു വരും. സർവീസ് മെനുവിൽ പാനൽ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് പോവുക. പാനൽ അഡ്ജസ്റ്റിൽ പോയാൽ പാനൽ മിറർ എന്നൊരു കാണാം. അത് ഓഫാണ് കിടക്കുന്നത്. ഇത് നമ്മൾ ഓൺ ചെയ്യുക. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ നേരെ തലതിരിഞ്ഞ് വരും. തലതിരിഞ്ഞത് നേരെയായിട്ട് വരും. എന്താ ഓൺ എന്ന് എഴുതിയപ്പോൾ നേരെ വന്നു. മിറർ നമ്മൾ ഓൺ ചെയ്തപ്പോൾ ഓഫാണെങ്കിൽ തലതിരിഞ്ഞും, ഓണാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചും വരും. അപ്പോൾ പല കമ്പനികളും പല തരത്തിൽ ഇത് വെക്കുന്നതുകൊണ്ടാണ് അത് കണ്ട മെനു വന്നപ്പോൾ ഇതിൻ്റെ നേരെ നമ്മൾ ഇമ്പെക്സ് എന്ന് എഴുതിയതിൻ്റെ നേരെ ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളത് സംഭവം. താങ്ക് യു ഫോർ വാച്ചിങ്. ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.